பண்ணணும்ல. പ്രിപ്പയർ பண்ணാനാ ആഗ്രഹമില്ലാണ്ടല്ലേ പെണ്ണെ. നീ വരണ്ടേ മേനത് പറഞ്ഞടി. What the hell is this? This is a milkshake. അല്ലേ? അതെ. You call this a milkshake? You know our hotel should be proud. We have the only chef in the whole world who can't make a milkshake. Indians can make a milkshake. സാർ എൻ്റെ ലീവിൻ്റെ കാര്യം. You want leave? Learn how to cook first. Then we will see. പോണം. ஏண்டா உனக்கு கொஞ்சம் கூட டைமிங் கிடையாதா லீவ் மேட்டர்ஸ் அதை പിടിച്ച്? എന്തായാലും അവൻ്റെ വാലിക്കിടെ കേൾക്കേണ്ടി വരും. അവനെ എന്നാ മിൽക്ക് ഷേക്ക് ആയിട്ടൊക്കെ പഠിപ്പിക്കണം. കൊച്ചിക്കാരുടെ അടുത്ത് അവൻ്റെ കളി. ടോണെടുത്ത് കളിച്ചാൽ പണി മിൽക്ക് ഷേക്കിൽ കിട്ടും. അയ്യോ സാർ യുവർ മിൽക്ക് ഷേക്ക്. Now that's what I call a real milkshake. താങ്ക് യു സാർ. താങ്ക് യു. Fantastic. അങ്ങനൊന്നുമില്ല. കൊള്ളാല്ലേ? You Malayalis won't do a thing right till your ass gets kicked. You can take leave now. താങ്ക് യു സാർ. അതെ, ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടെ ഒന്ന് ലൂസായത് മതി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് ധൈര്യമില്ലാന്ന്. എനിക്ക് ഇത്തിരി ധൈര്യം കുറവാ. ഇനി അത് പറഞ്ഞ് എന്നെ പറ്റിക്കണ്ട. ഇതൊക്കെ അഞ്ചിവിടെ എന്തൊരു കഷ്ടപ്പെടുന്ന അറിയാമോ? ഇതങ്ങനെ അടിച്ചാൽ എല്ലാം ശരിയോ. പിടിച്ചോ. അത് വാങ്ങിക്കേ. ആ ചുമ്മാ അടിച്ചു. ഉനക്ക് സമ്മ പിന്നല്ലാണ്ട്. അയ്യോ എന്തുവാടി ഇത്? കുട്ടി ട്രൗസറോട് നടക്കാൻ നീ എന്താ മദാമയാ? കർത്താവ് നീ കുടിയും തുടങ്ങിയ? ഒന്നും പറയണ്ട എടി, ഞാൻ നിന്നെ വിട്ടേന്റെ വിഷമം തീർക്കേണ്ടത് ഇങ്ങനല്ല. അതിനൊക്കെ വേറെ വഴിയുണ്ട്. ഇങ്ങ് വാ പറയാം. എന്താടി ഇത്ര ബലം പിടിക്കുന്നേ? ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിലേ മനസ്സമ്മതത്തിന് മുമ്പ് പലതും നടന്നേനെ. എന്താടി മനസ്സിലായില്ല? അയ്യോ എടി, നീ ആളെ വെച്ചെന്നെ തല്ലിച്ചല്ലടി. നിനക്ക് ഞാൻ കാണിച്ചടി. ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ അവരോട് എല്ലാം ഞാൻ പറയും. അവരും അറിയട്ടെ മോളെ ലീലാവിലാസം. വിളിക്കുമ്പോ ഇതും കൂടി പറഞ്ഞോ. പറയും.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാ പിടിച്ചോ. ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ആണ് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അന്നമ്മ അബദ്ധമൊന്നും കാണിച്ചില്ല. പക്ഷേ ആൻ, she was fun. I liked her. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇതിനു മുൻപ് എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. നമ്മുടെ ലൈഫ് ബോറിംഗും എക്സൈറ്റിംഗും ആക്കുന്നത് നമ്മൾ തന്നെയാ. എക്സൈറ്റിംഗ് ആയി ജീവിക്കണമെങ്കിലേ ഗട്സ് വേണം. ഇഫ് യു ഹാവ് ദാറ്റ്, എവറി ഡേ ഈസ് പാർട്ടി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ലാതെ ഹാപ്പി ആയിട്ട്. ഓ, ഹാപ്പി ആവാൻ ഭാഗ്യമൊന്നും വേണ്ടെന്നമ്മേ, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ദേ, ഇപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന വിചാരം. எங்க போடுங்க? ആരിൽ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്നും തന്നെ തുടങ്ങും. ടോണി, അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്. തന്തപ്പടി വടിയായപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരന് വേറെ അതിലൊരു കൊച്ചുകൊണ്ട് സ്വത്തിന്റെ ഒരു നയാ പൈസ അയാൾ ഇവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗതികെട്ട് സ്വന്തം ഹോട്ടലിൽ അച്ഛൻ കഴി ജോലി ചെയ്യായി പാവം. ഇനി നമ്മുടെ താരയുടെ കാര്യം. അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ള ഒരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവൾ ഇങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പൊ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസാജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പൊ ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്, ദിസ് മൊമെന്റ്, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്സ്.